ഹലോ, നമസ്കാരം. എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. ഇത്രയും ദിവസം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോക്രോച്ച് പാർട്ടിക്ക് അഭിനന്ദനങ്ങൾ. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണേ കേട്ടോ. ഞാൻ പ്രതികരിക്കാഞ്ഞത് ഒന്ന്, ഇവിടെ വാർത്തകളൊക്കെ കുറച്ചൊക്കെ എനിക്ക് കേൾക്കാൻ സമയം കിട്ടാറുള്ളൂ. അതുകൊണ്ടാണ് ക്ഷമ ചോദിക്കണം. പിന്നെ ഒരു കാര്യം പഠിക്കാതെ ഞാൻ പ്രതികരിക്കാറില്ല. ഓടിപ്പോയി ഒരു പ്രതികരിക്കണ ശീലം എനിക്കില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മലയാളികളും, കേരളമാണ് ഉദ്ദേശിക്കുന്നത്, പുറത്ത് അതുപോലെയുള്ള ഓരോ റീജിയണിലെ സ്റ്റേറ്റിലെ ഓരോ ഭാഷ സംസാരിക്കുന്നവർ, ഇത്രയും വലിയ ഒരു കാര്യം അവിടെ നടന്നിട്ട് ചാനലുകളിൽ അധികം ഫോക്കസ് ഉണ്ടായില്ല. അത് ആ കുട്ടികൾ തന്നെ തടയണുണ്ടായിരുന്നു. കാരണം സർക്കാർ, കേന്ദ്രമാണ് കേട്ടോ പറയണത്, എതിരായിട്ടുള്ള, അതായത് അനുകൂലിച്ചിട്ടുള്ള എല്ലാ ചാനലുകാരെയും അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് കൂടുതലും കേൾക്കാനും എനിക്കും പറ്റിയിട്ടില്ല. ഈ കാര്യം അറിഞ്ഞ് 2 ദിവസം വാർത്ത ശ്രദ്ധിച്ച് 3-ാം ദിവസം അത് കൺക്ലൂഡായി, സോൾവായി എന്നൊക്കെ വന്നു. സൗരവ് അല്ലെങ്കിൽ അഭിജിത്ത്, ഒത്തിരി കാര്യങ്ങൾ അതിൽ നന്മ ജനങ്ങളിൽ വർദ്ധിക്കാൻ കാരണമായി. പാർട്ടി എന്നതില്ല, മതം എന്നതില്ല. ഒരു ഇസ്ലാം സഹോദരൻ ഭക്ഷണം കൊടുക്കുന്നു. അതൊക്കെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഏടുകളാണ്. അത് ഇന്ത്യൻ ചരിത്രമാണ് ഇവിടെ പുനഃക്രമീകരിച്ചതെന്ന് പറയാം. ലോകമെമ്പാടുള്ള ചാനലുകൾ മൊത്തം നമ്മുടെ ഇന്ത്യയുടെ ഐക്യം, വിദ്യാർത്ഥികളുടെ ഐക്യം ഏറ്റെടുത്തു. കൺഗ്രാജുലേഷൻ. പിന്നെ സർക്കാർ ചെയ്ത ഒരു വലിയ കാര്യം, അവർക്കെതിരെ വരുന്ന എല്ലാ അക്കൗണ്ടുകളെ പണ്ട് തുടങ്ങി 2019-20 കാലഘട്ടത്തിൽ തുടങ്ങി ഞാൻ ശബ്ദിക്കണതാണ്. അപ്പോൾ ഇതിൽ കുറേ കുതന്ത്രക്കാർ, ഒന്നാമത്തെ ബോധമില്ല. അതാണ്, മലയാളികൾക്ക് ഒട്ടും ബോധമില്ല. അവിടെ ജനങ്ങൾ വന്നത് കണ്ടോ, ഇവിടെ കിടന്ന് ഈ വീട്ടിലിരുന്നു കൊണ്ട് കമൻ്റ് ഇടാ, തെറി പറയുക. അപ്പോൾ അബോധാവസ്ഥയാണ്. ബുദ്ധിയൊക്കെ മന്ദീഭവിച്ച കുറച്ച് ജനത രൂപപ്പെട്ടേക്കാണ്. അപ്പം നല്ല ജനതകളൊക്കെ ഓൾറെഡി അവിടെ പോയി ഇങ്ങനൊരു സംഭവം നടക്കണ്, അതിന് ഇൻവോൾവ്ഡ് ആവാൻ ശ്രമിച്ചു. നിങ്ങളൊരു കാര്യം എതിർക്കും, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത അത് പുലർത്തിക്കൊണ്ടുള്ളൊരു നിയമ പോരാട്ടമാണ് ശരിക്കും നടന്നത്. നാളെ നമുക്കുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ, ഒരു ഭാവി തലമുറയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ പരിഹരിക്കപ്പെട്ടത്. അല്ലാതെ നിങ്ങളുടെ എന്താ പറയുക, ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടിയെ കരുവാക്കി അങ്ങനെ ചെയ്യരുത്. ശരിക്കും നമ്മൾ മതേതരത്വം എന്ന് പറയുന്നു, റിപ്പബ്ലിക്ക് അല്ലെങ്കിൽ ഭരണഘടനയുടെ എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുന്നു. ഇത്രയും എന്താ പറയുക, ശക്തമായ ഒരു ഭരണഘടന ഇന്ത്യക്ക് ഉണ്ടായിട്ട് പോലും ഇത്രയും തിരിമറികളും ഇത്രയും എന്താ പറയുക, മൊത്തത്തിൽ അലമ്പാക്കി കളഞ്ഞു ഇത്ര വർഷം കൊണ്ട്. ഇത് പറയാറില്ല. പക്ഷേ ഒരു വശത്ത് അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ നല്ലതുപോലെ നടക്കില്ലായിരുന്നു ലോകത്തിൻ്റെ മുന്നിൽ. ഒരു വശം ഇന്ത്യക്ക് ദ്രോഹം ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ പ്രശസ്തനാവാനുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹത്തെ ഇത്രയും വിഡ്ഢിക്കോമരാക്കി മാറ്റിയത്. വളരെ പരിതാപമുണ്ട്. പിന്നെ ഇനിയെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ആളെ തിരഞ്ഞെടുത്ത് നമ്മുടെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിക്കുക. വിദ്യാഭ്യാസത്തിനും അതിൻ്റെ നമ്മുടെ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരത്തിനും വളരെ ഒരു ഇതുണ്ട്, അടക്കവും ചിട്ടയുണ്ട്. അത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകം മുഴുവൻ എഡ്യൂക്കേറ്റഡ് അല്ല, പക്ഷേ ഇന്ത്യ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടും
എഡ്യൂക്കേറ്റഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൈസ പിരിക്കണവരുമുണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടം ഉള്ളതാണ്. ഇത്രയും വിഡ്ഢി കോമരങ്ങൾ, അതായത് ചാണകത്തിലൊക്കെ, അത് ഏറ്റവും ബാക്ടീരിയ ഉള്ളൊരു കാര്യം, അതിലൊക്കെ ഭക്ഷണം അങ്ങനെ ഇതൊക്കെ പറയുക, മൂത്രം കുടിക്കുക, എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? ഓക്കെ, ഒന്ന് പാത്രം കൂട്ടിയ കൊറോണ പോവും. ഇതൊക്കെ ഒരു ബോധമില്ലാത്ത കാഴ്ചപ്പാട്. അപ്പം ഇച്ചിരി വിവരമുള്ളവർ ഇനി തലപ്പത്തേക്ക് വരാൻ ശ്രമിക്കുക. ഇനി ഒരു BJPയുടെ ഭരണം ഉണ്ടാവുമെന്ന് തോന്നണില്ല സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കള്ളത്തരങ്ങളും, ഒരുപാട് പൈസ മറച്ചേക്കണതൊക്കെ പിടിക്കപ്പെട്ടല്ലോ. പിന്നെ നമ്മുടെ മലയാളികൾക്ക് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. എന്നാൽ അവരിങ്ങനെ കമൻ്റ് ഇട്ട് ജീവിക്കാനേ അവർക്കറിയുള്ളൂ. അതാണ് ഞാൻ കണ്ടത്. പുറത്ത് നമ്മുടെ ഈ ഓരോ അക്കൗണ്ടുകൾ കണ്ടോ, പ്രതികരിക്കണുണ്ടോ സ്ത്രീകൾ, അല്ലെങ്കിൽ പുരുഷന്മാർ പ്രതികരിക്കണുണ്ടോ? അവരൊക്കെ അവർ രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച ടീമുകളാണെന്ന് തന്നെ ഞാൻ പറയുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ കണ്ടെത്താൻ പാടാം. അപ്പോൾ പറയും ഞാൻ വിദേശത്തിരുന്നിട്ട് ഒരു കാര്യം പ്രതികരിച്ചില്ല, എനിക്ക് ഇത് കാണാനേ പറ്റിയിട്ടുണ്ടായില്ല. എൻ്റെ ഇവിടുത്തെ സാഹചര്യം, ഞാൻ ജോലി ചെയ്യണം, എനിക്ക് ആകെ നിസ്സാര സാധ്യത, നിങ്ങൾക്കറിയാം, അപ്ഡേറ്റ് എടുത്തറിയാം, ഞാൻ വല്ലപ്പോഴും വന്ന് ഫേസ്ബുക്കിലൊക്കെ പോകണുള്ളൂ. അപ്പം ഇനിയെങ്കിലും നല്ല ഒരു കാഴ്ചപ്പാടുള്ള ഭരണകൂടം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. അബ്ദുൽ കലാമായ അദ്ദേഹമൊക്കെ എത്ര നല്ല കാര്യങ്ങളാണ്, എത്ര സിൻസിയറാണ് കുട്ടികളോട് പെരുമാറുന്നത്, എത്ര അന്തസ്സുണ്ട്, എത്ര അഭിമാനിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു കഴിവില്ലാത്തവർ കയറിയിരുന്നു കൊണ്ട് വെറുതെ വിഡ്ഢിവേഷം കെട്ടാണ് ഭഗവാന്റെ പേര് പറഞ്ഞു, ഭഗവതിയുടെ പേര് പറഞ്ഞു, എന്താ പറയുക, ഓരോ കാര്യങ്ങളിലും വളരെ എന്താ പറയുക ദൈവനിന്ദ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കാൻ കുറേ ആൾക്കാർ പിറകിലും. ദൈവത്തോർത്ത് അങ്ങനെ ചെയ്യരുത്. ദൈവം എന്ന് പറയണത് ഒരു ഊർജ്ജമാണ്. അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഊർജ്ജത്തിനെയും നമ്മൾ ജനിപ്പിച്ച ഒരു ഊർജ്ജത്തിൻ്റെ അന്തസ്സുണ്ട്, അന്തസത്ത, അതിലേക്ക് ഊന്നിക്കൊണ്ട് പ്രയർ ചെയ്യേണ്ട ഒരു കാര്യത്തിനെയാണ് മതങ്ങൾ അതിനെ വിപുലീകരിച്ച് അന്ധതയിലേക്ക് പോയി. ഇനിയൊരു കാലഘട്ടം ഒരു തലമുറയ്ക്ക് ഒരു ദൈവിക ചിന്ത കൊടുക്കാൻ കഴിയാത്ത അന്ധത നിറഞ്ഞ തലമുറയായി. നല്ല ദൈവിക ചിന്തയുള്ള ആൾക്കാരൊക്കെ തലപ്പത്ത് വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. മതത്തിന് അടിസ്ഥാനത്തിൽ പോകാതെ എല്ലാ മതങ്ങളും, എനിക്ക് ഏറ്റവും രസം തോന്നുന്നത് എല്ലാ മതങ്ങളും ഒന്നായി നിന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കുട്ടികൾ എന്ന് പറയണത് എന്നിലൊക്കെ ഒരുപാട്, എൻ്റെ മക്കളുടെയൊക്കെ പ്രായം നമ്മൾ മാനിക്കണമെങ്കിൽ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അതിൽ അഭിനന്ദിക്കുകയാണ് ഇതിനു വേണ്ടി എഫോർട്ട് ചെയ്ത കോക്രോച്ച് പാർട്ടിക്ക് അഭിനന്ദനങ്ങൾ. കൂടാതെ അവരുടെ ലക്ഷ്യം ദൈവത്തെ ഓർത്ത് ഒരു പാർട്ടിക്കും കീഴിലേക്ക് കൊണ്ടുപോകരുതെന്നൊരു റിക്വസ്റ്റാണ്. നിങ്ങൾക്ക് ഇന്ത്യ ഇപ്പോൾ കൂടുതൽ സപ്പോർട്ടാണ്, ഇന്ത്യയിൽ മൊത്തം ആഗോളതലത്തിൽ നല്ല സപ്പോർട്ടുണ്ട്. നശിപ്പിക്കാതിരിക്കുക. ലോകത്ത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ഇനിയും യൂത്തിലേക്ക് എല്ലാവരും പവർഫുള്ളായിട്ട് ദുഷ്ടചിന്തകളൊക്കെ മാറ്റി നമ്മുടെ ഇന്ത്യ പരിപൂർണ ശുദ്ധിയുള്ള ഇന്ത്യയാക്കാൻ പറ്റണം. പിന്നെ അവിടെ അബ്യൂസിങ് നടത്തിയ പോലീസുകാർ അങ്ങനെയൊക്കെ വന്നത് അതിന് ചോദ്യം ചെയ്യണം, തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം. കാരണം നാളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എങ്ങനെ സേഫാക്കി കൊണ്ടുപോകാമെന്നാണ് നമ്മുടെ ഈ തലമുറ ചിന്തിക്കേണ്ടത്. ഓക്കെ. പിന്നെ ഹലോ, യെസ്, എനിക്ക് സുഖമാണ്. ഞാൻ ഒരു റീഡിങ് ക്ലാസ് റെഡിയാക്കിയിട്ടുണ്ട്. എനിക്കറിയാം ഇപ്പോൾ റീഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഗ്ലാസ് ഒരെണ്ണം മേടിച്ചിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ വേദനയായിരുന്നു കണ്ണ്. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഊരിപ്പോൾ എനിക്ക് കാണാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു അബദ്ധം പറ്റി കിടക്കാണ്. അതുകൊണ്ട് ഇത് വെച്ചാലേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ. അത് ഇന്ന് തുടങ്ങി ഞാൻ റീഡിങ് ക്ലാസ്സിലേക്ക് പോവാണ്. ഓക്കെ. ഹലോ, സുഖമാണ്. സജു പനംകാട്ട് കണ്ട. ഇപ്പോൾ എനിക്ക് ക്ലിയറായിട്ട് വായിക്കാൻ പറ്റും. പിന്നെ നമ്മൾക്ക് പ്രായത്തിൻ്റെ ഉണ്ട്. ഞാൻ കാപ്പി കുടിക്കണം കേട്ടോ, അതിനിടയിൽ വന്ന ലൈവാണ്. സനൽകുമാർ, ഓക്കെ, സുഖമാണ്. ഇതിലധികം പേര് വരില്ലേ, ഞാൻ ലൈവൊന്നും വരാറില്ലല്ലോ, അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇപ്പം ലൈവിനോടൊന്നും ഒരു താല്പര്യമില്ല. നല്ല രീതിയിൽ ലൈവ് ഇടാനൊന്നും സാധിക്കാറില്ല. ഒന്ന് നമ്മുടേതായ എൻ്റെ സെൽഫ് ലൈഫ് ആഘോഷമാക്കി കൊണ്ടുപോകണം, സന്തോഷമായിട്ട് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൃപ
1427 ആണ്. 1427 ഒറിജിനൽ അക്കൗണ്ട്. പിന്നെ വേറൊരെണ്ണമുണ്ട് കൃപ 1 മരിയ. അപ്പോൾ ഈ കൃപ മരിയ ഇൻസ്റ്റാഗ്രാം അന്വേഷിച്ച് നടക്കുന്നവർക്ക് കിട്ടണില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് എൻ്റെ ഒരു പാസ്റ്റ് ഇപ്പോൾ കുറച്ച് പഴയ ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ എഴുത്തുകാരിയാണല്ലോ, ചെറുതായിട്ട് എഴുതുമല്ലോ. അപ്പോൾ ഒരു എഴുത്ത് സ്റ്റോറി പോലെ ഞാൻ എൻ്റെ കഥ ഞാൻ അതിൽ എഴുതിയിട്ടിരുന്നു. 21-22K വ്യൂവേഴ്സ് മാത്രം അതിൽ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് വലിയ പോസ്റ്റുകളാവണുണ്ട് കേട്ടോ. എഴുത്തുകൾ എഴുതിയിരിക്കാനൊന്നും നേരില്ലാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം എല്ലാവരും വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മുതലെടുക്കുന്ന ആൾക്കാരെ തട്ടി മാറ്റിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഐക്യമത്യത്തോടു കൂടി നിന്ന് ജനാധിപത്യം, അതായിരിക്കട്ടെ എല്ലാവരുടെയും ലക്ഷ്യം. കൂടുതലൊന്നും പറയാനില്ല. പിന്നെ കുറേ പേര് പരിചയപ്പെടാൻ വന്നിട്ടുണ്ട്. ഇപ്പം അതിൽ ഒരുപാട് വ്യൂവേഴ്സൊക്കെ വന്നതുകൊണ്ട് ഞാൻ ഈ കോക്രോച്ച് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്തപ്പോൾ എന്നെ അറിയുന്ന ഇന്ത്യ ഉണ്ടല്ലോ, അതായത് 2019 മുതൽ ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ വൈറലായ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. ഇവിടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ശരിയാക്കാനൊക്കെ ആയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈവൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അറിയണവരൊക്കെ വന്ന് ഇപ്പോൾ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആ അക്കൗണ്ടിൽ, ഇൻസ്റ്റാഗ്രാമിൽ. എന്തോ ആവട്ടെ, അന്ന് തുടങ്ങി മോദി സർക്കാർ എൻ്റെ അക്കൗണ്ടുകൾ പിടിച്ച് വെച്ചേക്കണതാണ്. കാരണം എതിരല്ല, ശരിക്കും പറയണമെങ്കിൽ ഇതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ നമ്മളെ പോലുള്ളൊരു ശബ്ദിച്ചാലല്ലേ കൊടുക്കാൻ പറ്റുക. കൊടുത്തതിന് ഇഷ്ടപ്പെടാതെ നമ്മളെയൊക്കെ ഇതുപോലെ ഇപ്പോൾ കണ്ടില്ല, എല്ലാ ഇൻസ്റ്റാഗ്രാമും ബാൻ ചെയ്യുക, അഹങ്കാരം. ഈ പരിപാടിയൊക്കെ നിർത്തി നല്ല ആപ്ലിക്കേഷനുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇൻ്റർനെറ്റ് ഓഫാക്കിയ ഒരു മണ്ടനും ആപ്ലിക്കേഷൻ ഓണാക്കിയ ബുദ്ധിമാന്മാരും, നല്ല ജനറേഷൻ. അതിൽ ഞാൻ വളരെയധികം കൺഗ്രാജുലേഷൻ പറയുകയാണ്. അപ്പോൾ ശരിയെന്നാ, ഓക്കെ, ബൈ. ഇനിയൊന്നും പറയണ്ടല്ലോ.